ഹലോ ഗൈസ്, വെൽക്കം ടു IMT കട്ടേഴ്സ്. സമയം ഒരു 3:47 ആയിട്ടുണ്ടാവും. ഇന്ന് 24-ാം തീയതി 3:47. അപ്പോൾ ഇന്നെൻ്റെ രണ്ടാമത്തെ വർക്കാണ്. ഇന്ന് വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാടൻ സദ്യയാണ്. 125 ആൾക്കുള്ള സദ്യയാണ്, 125 പാക്സിനുള്ള സദ്യ. ഇപ്പം എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ നോക്കിയപ്പോഴാണ് അറിഞ്ഞത് സാമ്പാർ പൊടി വാങ്ങിച്ചിട്ടില്ല. സാധനം ഇല്ല. കുഴപ്പമില്ല, സാമ്പാർ പൊടി ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറെ സംഭവമുണ്ട്, സാമ്പാർ നമുക്ക് ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാൻ പോണേ. അപ്പോൾ നമുക്കത് കാണാം, അത് കണ്ടിട്ട് വരാം, എന്നിട്ട് ബാക്കി. സോ ഗൈസ്, ഇപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചെറിയൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് കത്തിക്കാം. ഓക്കെ, ഫസ്റ്റ് കത്തിക്കാം. ഇപ്പോൾ കത്തിച്ചു. സാധനം പാത്രം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴുകിയിട്ടേ ഉള്ളൂ, കഴുകിയെടുത്തതാണ് ഞാനിപ്പോൾ. അതുകൊണ്ട് അതിൽ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളം ഒന്ന് പോട്ടെ, എന്നിട്ട് അടുത്ത പരിപാടി. പിന്നെ സഹായിക്കാൻ കൂടി ആളുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിക്കൂ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. ഒരു കാര്യം, ഞങ്ങൾക്കിവിടെ അളവും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യും മനസ്സുമാണ്. അല്ലാതെ ഇത്ര ഗ്രാം, ഇത്ര മില്ലി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ എണ്ണ ചൂടായതിലേക്ക് പെരുങ്കായം ഇടുകയാണ്. ഇത് എൻ്റെ കൈയല്ല, എൻ്റെ അച്ഛൻ്റെ കൈയാണ്. അച്ഛനാണ് എൻ്റെ ഗുരുനാഥൻ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ചെയ്യുന്നതാണ്. അപ്പോൾ അത് നല്ലോണം ആ എണ്ണയിൽ കിടന്നിട്ടൊന്ന് മൂക്കട്ടെ. തിരിച്ച് മറിച്ചിട്ട് നല്ലോണം മൂപ്പിക്കുക. അപ്പോൾ കായം നല്ലോണം മൂത്തിരിക്കണതാണ്. ഈ ഒരു കളർ വരണം. ഈ കളർ വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ അതിനുശേഷം ഉലുവ ഇടുകയാണ് ഈ എണ്ണയിലേക്ക്. ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ. ആ സമയത്ത് കടലപ്പരിപ്പ് ചേർക്കുകയാണ്. കടലപ്പരിപ്പ് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഈ കടലപ്പരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് മല്ലി ചേർക്കും. മല്ലി ചേർക്കാൻ പോവാണ്. അപ്പോൾ മല്ലി നല്ലോണം മൂത്തു. അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർക്കുകയാണ്. അപ്പോൾ വറമുളകും കറിവേപ്പിലയൊക്കെ നല്ലോണം മൂത്തു റെഡി, കളർ ചേഞ്ചായി വറമുളകിൻ്റെ. അപ്പോൾ അതിലേക്ക് നാളികേരം ഇടാൻ പോവാണ്.
തേങ്ങ. അച്ഛൻ കണ്ടോ നാളികേരം എന്ന് പറഞ്ഞപ്പോൾ അതിന് തേങ്ങ എന്നാ പറയുന്നത്. രണ്ടും ഒന്നല്ലേ? ഞാനൊന്ന് മാറ്റി പറഞ്ഞേ ഉള്ളൂ അച്ഛാ. ഇപ്പോൾ നാളികേരം നന്നായി മൂത്തിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ച പെരുങ്കായം ചേർത്തു. ശരിക്കും പെരുങ്കായം വറുത്ത് കോരി വെക്കണമെന്നില്ല, നമുക്ക് പാത്രത്തിൻ്റെ വലുപ്പത്തിൻ്റെ ഒരു പ്രശ്നമുള്ള കാരണം കൊണ്ട് നമ്മൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അത് കോരി മാറ്റി വെച്ചത്. അപ്പോൾ നമ്മൾ അതിലേക്ക് തിരിച്ച് ചേർത്തു. ഇപ്പോൾ സാമ്പാർ റെഡി, സാമ്പാറിനുള്ള അരവ് റെഡി, അതായത് സാമ്പാർ പൊടി ഇല്ലാതെ വറവ് റെഡി. അപ്പോൾ സാമ്പാർ പൊടി ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതായത് ഞങ്ങൾ കാറ്ററേഴ്സും അതുപോലെ ഹോട്ടലിലൊക്കെ എങ്ങനെയാണ് ഞങ്ങൾ ഇതിനെ തരണം ചെയ്യുന്നതെന്നാണ് കാണിച്ചു തന്നത് നിങ്ങൾക്ക്. സാമ്പാർ പൊടി ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ ഞങ്ങൾ പാലക്കാട്ടുകാർക്ക് സ്വതവേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രാഹ്മണ സ്റ്റൈലിലാണ് ഞങ്ങളുടെ സദ്യകളൊക്കെ. അപ്പോൾ അത് കാരണം കൊണ്ട് നാളികേരം അരച്ച് ചേർക്കും. ഞാൻ എറണാകുളം ഒക്കെ ട്രെയിനിങ്ങിന് പോയ സമയത്തൊന്നും അവിടെ നിന്ന് ഞാൻ നാളികേരം ചേർക്കുന്നതായിട്ട് കണ്ടില്ല. അപ്പോൾ അങ്ങോട്ടുള്ള ആ ഭാഗങ്ങൾക്കൊന്നും നാളികേരം ചേർക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഞങ്ങൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നാളികേരം വറുത്തരച്ച് ചേർക്കും. ഇപ്പോൾ സാമ്പാർ പൊടിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ സാമ്പാർ പൊടി ആകുമ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ഡയറക്റ്റായിട്ട് നാളികേരം ഇടും, അതിൽ കറിവേപ്പിലിടും. കറിവേപ്പിലിട്ടിട്ട് നല്ലോണം അതൊന്ന് മൂത്തതിന് ശേഷം സാമ്പാർ പൊടിയും അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി ഇടും. എന്നിട്ട് അതിനെ നല്ലൊന്ന് മൂപ്പിച്ചിട്ട് അരച്ച് ഈ സാമ്പാറിൻ്റെ കഷ്ണത്തിൻ്റെ ഒക്കെ കൂടെ ചേർക്കും. ബാക്കിയുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ, സാമ്പാർ സാധാരണ എങ്ങനെ ചെയ്യാറ്, പരിപ്പ് വേവിക്കും, അതിലേക്ക് കഷ്ണങ്ങളിടും, വെണ്ടയ്ക്ക ഒന്ന് എണ്ണയിൽ വാട്ടിയിട്ടിടും, അതിലേക്ക് പുളി ഒഴിക്കും, പുളിയും ഉപ്പും ഒക്കെ എല്ലാം ചേർത്ത് ഈ അരപ്പും അതിലേക്ക് ഒഴിച്ച് അവസാനം കടുകും വറ്റമുളകും കറിവേപ്പിലയും എല്ലാം കൂടി താളിച്ച് അതിൽ കൊട്ടും. ഇതാണ് ഞങ്ങൾ സ്വതവേ ഇവിടെ ചെയ്യാറുള്ളത്. ഇത് എൻ്റെ അച്ഛൻ വന്നിട്ട് എവിടെയും പോയിട്ട് പഠിച്ചതല്ല, അതായത് മീൻസ് ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റോ അങ്ങനെയൊന്നും കഴിഞ്ഞ ആളെന്നല്ല, സാധാരണക്കാരനാണ്. അച്ഛൻ ഒരാളുടെ കൂടെ സഹായിയായിട്ട് പോയിട്ട് കണ്ട് നിന്ന് പഠിച്ചതാണിത്. അച്ഛൻ്റെ അടുത്ത് നിന്ന് ഞാനും കണ്ടു പഠിച്ചു, അതുണ്ടായത്. അപ്പോൾ ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാം. ഞാൻ അത്യാവശ്യം സദ്യ കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ IMT കാറ്റേഴ്സ് എന്ന് ഞാൻ ഇപ്പോൾ ഇട്ട പേരാണ്, അതായത് എൻ്റെ കാറ്ററിങ്ങിന് ഇട്ട പേരാണ്. അച്ഛൻ്റെ കാറ്ററിംഗ് ഇട്ടുണ്ടായിരുന്ന പേര് ശ്രീകൃഷ്ണ എന്നാണ്. ഇപ്പം ഞാൻ ആ പേര് മാറ്റി, ഇറ്റ്സ് മൈ ടേസ്റ്റ്. കാരണം എല്ലാവരും ചോദിക്കുന്നത് നീ എന്താ കണ്ടുപിടിച്ച്, ഇറ്റ് മൈ ടേസ്റ്റ്, എൻ്റെ രുചികൾ എന്ന് പറയാൻ നീ എന്താ കണ്ടുപിടിച്ചതാണ്. ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ രുചികൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ആര് എന്ത് റെസിപ്പി വേണമെങ്കിലും തന്നോട്ടെ, ആ റെസിപ്പിയിൽ വന്നിട്ട് എത്ര ഗ്രാം എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുണ്ടാവും. പക്ഷേ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, ഞങ്ങളുടെ കയ്യും കണക്കൊക്കെ ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ കയ്യുമാണ്. അത് വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്ര ഗ്രാം ഇടണം, ഇത്ര എണ്ണ ഒഴിക്കണം, അല്ലെങ്കിൽ എനിക്ക് നാളികേരത്തിൻ്റെ കണക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാൻ പറ്റും. 5 നാളികേരം ഞാൻ ചേർത്തിട്ടുണ്ട്. 125 ആൾക്ക് 5 നാളികേരം ചേർത്തിട്ടുണ്ട്. അതെനിക്ക് പറഞ്ഞുതരാം. അതിൻ്റെ മുകളിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം കൈയും മനസ്സും കണക്കാവുമ്പോൾ നമുക്ക് ഗ്രാമും കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഗ്രാമും കാര്യങ്ങളൊക്കെ നമുക്ക് പതുക്കെ കൊണ്ടുവരാം. അതിനുള്ള പ്ലാനും ഉണ്ട് കയ്യിൽ. ഭാവിയിൽ കുറച്ചും കൂടിയും വിഡ്ത്തിലും സ്പേസിലും ഒക്കെ ഈ കാറ്ററിംഗ് ഷെഡ് നടത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനനുസരിച്ചിട്ട് നമ്മുടെ കിച്ചൻ്റെ സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ എല്ലാത്തിനും മാറ്റം വരും. കിച്ചൻ്റെ സ്റ്റൈലിന്, സ്റ്റാഫുകളുടെ രീതിയിലേക്ക്, അങ്ങനെ കുറേയേറെ പ്ലാനുകളുണ്ട്. എങ്ങനെയാണോ ഒരു ഹോട്ടൽ, അതല്ലെങ്കിൽ ഒരു 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടൽ പോകുന്നത്, നമുക്ക് ആ ഒരു നിലവാരത്തിലേക്ക് എൻ്റെ കാറ്ററിങ്ങിനെ ഉയർത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാ കിച്ചണും കാര്യങ്ങളൊക്കെ നല്ല സെറ്റായിരിക്കണം, വെൽ സെറ്റായിരിക്കണം.
നമുക്ക് എന്തും സ്പീഡായിട്ട് ചെയ്യാൻ പറ്റുന്ന അതിനനുസരിച്ച് സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ വേണം. എൻ്റെ കൂടെ ഇപ്പോൾ 5 സ്റ്റാഫുകളാണ് ഉള്ളത് നിലവിൽ. ഞങ്ങളുടെ പഴയ സ്റ്റാഫുകൾ തന്നെയാണ്, ഇപ്പോൾ റീജോയിൻ ചെയ്തതാണ്. ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് 5 പേരുണ്ട്. അതിലിപ്പോൾ ഞാനും അച്ഛനും അടക്കം പെടും. പുറത്തുനിന്ന് ഒരു 3-4 പേരുണ്ട്, അതല്ലാതെ ഉണ്ട്. അല്ലെങ്കിൽ ആൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാം. ഇപ്പം അങ്ങനെയാണ് ഞങ്ങൾ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഭാവിയിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു 4 സ്റ്റാർ 5 സ്റ്റാർ ലെവലിലേക്ക് എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. നല്ല പക്ക ക്ലീനായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ എൻ്റെ കസ്റ്റമേഴ്സിന് അങ്ങനെ ഞാൻ പറയുള്ളൂ, കസ്റ്റമേഴ്സാണ് നമ്മുടെ ബിസിനസ്സിൽ ദൈവം. അപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ എൻ്റെ ക്ലയൻസിന് ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്നത്ര കഴിയുന്നത്ര ക്ലീൻ ആൻഡ് ഹൈജീനിക് എത്തനിക് ഫുഡ് എത്തിക്കും. അതെൻ്റെ ഒരു സ്വപ്നമാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സി യു. ദിസ് ഈസ് രാഹുൽ സൈനിങ് ഓഫ് ഫ്രം IMT Caterers.